അങ്ങനെ കൽപ്പനയിലെ വേറൊരു കാര്യമാണ്, ഇവിടെ നമ്മൾ ഈ ചൂര മീൻ ഉണക്കമീനാക്കും. ഉണക്കമീനാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പോൾ ഞാനത് കാണിക്കാം. ഇവിടെ അത് വെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ നിന്ന് ഇപ്പോൾ ഒരു ബോട്ട് വന്നുകൊണ്ടുണ്ട്. അവിടെ ഒരു ബോട്ട്, ഈ ബോട്ട്, ആ ബോട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിനകത്ത് നിന്ന് മീനാണ്. അപ്പോൾ അവർ ആ മീനിൻ്റെ കാര്യം ഇവിടെ കൊണ്ടുവന്ന് എന്നിട്ട് അത് ക്ലീൻ ചെയ്ത് ഉടനെ എടുത്തിട്ട് ഈ വെള്ളത്തിൽ തീയിലിട്ടിട്ട് വേവിക്കും. വെന്തതിന് ശേഷം അവർ ഉണക്കാനിടും, എന്നിട്ട് താഴെ പുകയിടും. അങ്ങനെയാണ് ചൂര ഉണക്കുന്നത്. കാണിച്ചു തരാം. ഇതേ ഈ ബോട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത്. അതിനകത്ത് നിറച്ച് മീനാണ്. ഇത് ഇവിടുത്തെ ആൾക്കാരാണ്. അതേപോലെ തന്നെ ഇതാണ് ഇവിടുത്തെ ഒരു വലിയൊരു ഉരുളി പോലത്തെ, ഉരുളിയല്ല, ഒരു വലിയ ചെരുവാണ്. അതിനകത്ത് ഇങ്ങനെ തീ കത്തിച്ച് തിളപ്പിച്ച് വെക്കുകയാണ്. ഹായ്, ഇതിനകത്ത് എന്താ വെള്ളമാണോ? ഇത് വെള്ളമാണോ ഇത്? ഇത് ശരി. എന്നിട്ട് ഈ വെള്ളത്തിലേക്കാണോ ആ മീൻ ക്ലീൻ ചെയ്തിട്ടേ? ഓക്കെ. എന്നിട്ട് എത്ര നേരം തിളപ്പിക്കും? ഇപ്പൊ ഇന്ന് രാത്രി തിളപ്പിച്ച് രാവിലെയാണ് ഇത് എടുക്കുന്നത്. അപ്പൊ ഇത് വറ്റത്തില്ലേ? വെള്ളം വറ്റത്തില്ലേ? ഓഹോ. ഇപ്പം അതിൻ്റെ തൊട്ടടുത്ത് ഒരു ചെറിയ ബോട്ടുണ്ട്. ആ വലിയ ബോട്ടിൽ നിന്ന് മീനുകളെല്ലാം എടുത്ത് ചെറിയ ബോട്ടിലേക്ക് എടുത്തേച്ച് അതെ ഇങ്ങോട്ട് വരികയാണ്. എന്നിട്ടാണ് ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് പുഴുങ്ങാനിടുന്നത്. അങ്ങനെ ഇതാണ്. ഇതെല്ലാം വെട്ടി ക്ലീൻ ചെയ്ത ആ ബോട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇനിയാണ് ഇവിടെ എടുത്ത് പുഴുങ്ങാനിടുന്നതും. ഇതൊരുമാതിരി കറുത്ത ചൂരയാന്ന് തോന്നുന്നു. ഇപ്പോൾ ഇത് വെട്ടി ക്ലീൻ ചെയ്ത ഇത് ഇങ്ങോട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ ഇതെടുന്നു. എന്നിട്ട് ഇത് ഇങ്ങനെ അടിയിൽ തീ കത്തിച്ച് ഇതിനെ വേവിച്ചെടുക്കും. നാളെ രാവിലെ വരെ കടന്ന് തിളയ്ക്കും. അപ്പം ഇത് നാളത്തേക്ക് ആകുമ്പോഴത്തേനും നന്നായിട്ട് വെന്ത് വരും. എന്നിട്ട് ഈ വെന്ത ചൂര എടുത്തിട്ട് ഇവർ ഇതിൻ്റെ മുകളിലിങ്ങനെ അടുക്കും. ഇതിന് മുകളിലിങ്ങനെ അടുക്കിയിട്ട് താഴേന്ന് പുകയിടും. ചെറുമാതിരി കനലിൽ വെച്ച് തീ കത്തിച്ച് പുകയിടും. അങ്ങനെ കുറച്ച് ദിവസം കൊണ്ടിത് ഉണങ്ങി വരുന്നതാണ്. അങ്ങനെയാണിത് ചൂര ഡ്രൈ ആക്കുന്നത്. അപ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ അവിടെ വേവിച്ച് പിന്നെ അവിടെ ഉണക്കിയിട്ട് ഒരു പാക്ക് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നതും പല പല കാര്യങ്ങളാണ് അതിനകത്ത് ചെയ്യുന്നത്. അപ്പം ഇവിടുത്തെ ഒരു പ്രധാന ഭക്ഷണമാണ് ചൂര. ഇവിടുത്തുകാർക്കും പുറത്തുള്ളവർക്ക് ട്യൂനയൊക്കെ ഭയങ്കര ഫേമസ് ആണല്ലോ. അപ്പം ഞാൻ എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഒരു സാധനം കണ്ടതെന്ന് വെച്ചാൽ, ഈ സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ, ചൊറിച്ചിൽ, ഫംഗസ്, കുരുക്കൾ, പാടുകൾ എന്നൊക്കെ പറഞ്ഞ് സ്കിൻ കണ്ടീഷൻ ഉള്ളവർക്ക് ഈ ചൂര പ്രശ്നമായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ പിന്നെ കുറച്ച് ആൾക്കാർക്ക് അതേ ഉള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ 2-3 പെട്ടി ഓൾറെഡി വന്നു. ഇനി ഇത് ഇവിടെ നിന്ന് കയറുക. കഴിഞ്ഞ ചൂര എടുത്തിട്ടുണ്ട്. മൊത്തം ചൂരയാണ്. ഇതിപ്പോൾ ഫ്രഷ് ചൂര അല്ലേ ഇപ്പം പിടിക്കുന്നത്? അതിൻ്റെ ഇവിടെ ചൂര മാത്രമേ കിട്ടത്തുള്ളൂ? ഇല്ല, വേറെയും കിട്ടാറുണ്ട്. നമ്മൾ ഇതിന് മാത്രം പോയതുകൊണ്ടാണ്. ഓക്കെ. ഇത് നമ്മളെന്താ പുഴുങ്ങാനല്ലേ? സെയിലിംഗ്. ഇതിന് ഒരു കിലോയ്ക്ക് കൂടെ എത്രയായിരിക്കും? പല സീസൺ ഒപ്പിച്ചായിരിക്കും. ഏകദേശം 200 കിലോയ്ക്ക് അല്ലേ? ഇല്ലെങ്കിൽ ലോക്കൽ ടൈം ആണെങ്കിൽ 50 റുപ്പീസ്. അങ്ങനെയുണ്ടോ? 50 രൂപയ്ക്കുണ്ട്. ശരി. നിറച്ചും ചൂര. അതായത് ഇപ്പോൾ ചൂര എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് പുഴുങ്ങും. പുഴുങ്ങിയിട്ട് അത് പിറ്റേന്ന് രാവിലെ
അതെടുത്തേച്ച് ഇവിടെ ഒരു അട്ടയുണ്ട്. ആ അട്ടയിൽ അട്ടയിലേക്ക് എടുത്ത് വെക്കും. ഇങ്ങനെ പരത്തി വെക്കും. എല്ലാം ഇങ്ങനെ അടുക്കി വെക്കും. ആ വെച്ചിട്ട് ഇതിന്റെ അടിയിൽ തീ കൊടുക്കും. തീയും പുകയായിട്ട് കൊടുക്കും. അപ്പൊ വീണ്ടും ചൂടാക്കണോ? അപ്പൊ പുക കൊടുക്കുന്നതിന്റെ പുഴു പെടാതിരിക്കാൻ വേണ്ടിയാണ്. പുഴു വരാതിരിക്കാൻ. ഓക്കെ ഓക്കെ. അപ്പൊ എന്നിട്ട് അത് ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ എടുത്തു കൊണ്ടുപോയി വെയിലത്തിലിട്ട് ഉണക്കും. അത് പിന്നെ സെപ്പറേറ്റ് വെയിലത്ത് വേറെ ഇടുന്നുണ്ടല്ലേ? ഒരാഴ്ചയോളം അങ്ങനെ വെയിൽ കൊള്ളും. ഡ്രൈ ആവും. ഓ ഓ. അപ്പോഴാണ് ഡ്രൈ ചൂരമാസം ആവുന്നത്. അങ്ങനെ. എന്നിട്ട് അത് എന്ത് ചെയ്യും? അത് ഇവിടെ നിന്ന് ഞങ്ങൾ പാക്ക് ചെയ്തിട്ട് കയറ്റിയിട്ട് മഞ്ചൂരിൽ കയറ്റിയിട്ട് മംഗലാപുരം, കോഴിക്കോട്, വേപ്പൂർ അങ്ങനെ കൊടുക്കും. കൊണ്ടുപോയി ഇത് എക്സ്പോർട്ട് എല്ലാം ചെയ്യുന്നുണ്ടോ? ഇവരുടെ ഏജന്റ് ഉണ്ടാവും ഇവിടെ. ഏജന്റ് അവിടെ നിന്ന് അധികം പോകുന്നത് ഇത് ശ്രീലങ്കക്കാണ്. ഓ ഓക്കെ. ശ്രീലങ്കയ്ക്ക് അല്ലേ അധികം പോകുന്നത്. ഇപ്പൊ ഇതിന് വില വളരെ കുറവാണ്. അത് ശരി. ഇപ്പൊ എത്ര കിലോയ്ക്ക്? കഴിഞ്ഞ വർഷമൊക്കെ 400 ഇപ്പം പൈസ ഉണ്ടായിരുന്നു കിലോ. ഇപ്പൊ 200 കൂടുതൽ കിട്ടുന്നില്ല. അതെന്താ അത് അങ്ങനെ? അത് കൂടുതൽ കിട്ടുന്നത് കൊണ്ട്. ഓക്കെ. അവൈലബിലിറ്റി കൂടുതലാ. ഓക്കെ, ഇത്രേ പറയാനുള്ളൂ. അടിപൊളി, താങ്ക് യു. അപ്പം അവിടെ നമ്മൾ തീ കൊടുത്ത് ഉണക്കിയതിന് ശേഷം ഇതേപോലെ ഇത്രയും പൊക്കി വെച്ച് ഇവിടെ ഇതേപോലെ നീളത്തിൽ ഉണക്കാനിടും. ഇതിങ്ങനെ അടുക്കി വെക്കും. അപ്പോൾ അവിടെ എന്താ പറയുക, പുകയിട്ട് തീ കത്തിക്കുന്നതെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ പുഴുവൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിങ്ങനെ ഉണക്കി കുറച്ച് ദിവസങ്ങൾ വെച്ച് പിന്നെയാണിത് പുറത്തേക്ക് കൊടുക്കുന്നത്, എക്സ്പോർട്ട് ചെയ്യുന്നത്. ഇതാണ് സംഭവം. ഓ, ഇത് ഇത്ര ഉണങ്ങിയിട്ടില്ല. ഇത് എത്ര ദിവസമാണ് വെക്കുന്നത്? 5-6 ദിവസം ഇടുമ്പത്തേനാവും അല്ലേ? അപ്പൊ ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഇടണം വെക്കും, അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ഉണക്കുമല്ല. ഇപ്പൊ കവർ ചെയ്തത് അല്ലേ? ശരി.